ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തട്ടുകട സ്റ്റൈലുള്ള ഒരു എഗ്ഗ് കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡിഷാണിത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലെത്തുന്നതായിരിക്കും. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തത്. ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 5 കോഴിമുട്ട, ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലോണം പുഴുങ്ങി വെച്ച കപ്പ. 500 ഗ്രാം കപ്പ ഉണ്ടാവും ഞാനിവിടെ എടുത്തത്. അത് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇനി നമുക്ക് ആ കോഴിമുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ മുട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അതിൽ ഒന്നും ഇടുന്നില്ല, വെറും ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇടുക. കപ്പയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ കുറേശ്ശെ എല്ലാത്തിലും നമ്മൾ ഉപ്പിടും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മാത്രം ഉപ്പിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ച് ഒരു 2 സെക്കൻഡ് അതുപോലെ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം അതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒഴിച്ച പാടനെ നമ്മൾ ഇളക്കിയാൽ ഇതുപോലെ വലിയ പീസായിട്ട് കിട്ടില്ല. ഇതുപോലുള്ള വലിയ പീസായിട്ട് നമുക്ക് കിട്ടണം. പിന്നെ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. ഇനി ആ പച്ചമുളകും മൂത്ത് വരുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്കതിലേക്ക് വേണ്ട മറ്റ് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ച കപ്പ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച കോഴിമുട്ട ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ മസാലകളൊക്കെ കപ്പയിലും മുട്ടയിലും നല്ലോണം മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിഭാഗത്തുള്ള മസാലകളെല്ലാം മുകൾ ഭാഗത്ത് വരുന്ന രൂപത്തിൽ വേണം മിക്സ് ചെയ്യാൻ. പിന്നെ കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ലതുപോലെ ഉടഞ്ഞു പോകരുത്. ചെറിയ കഷ്ണങ്ങൾ അതിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളകും കൂടി വിതറിയാൽ നമ്മുടെ കപ്പ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയാൽ കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.